ഹലോ, ഞാൻ ദേ സെക്കൻഡ് ടൈം ഹെയർ ബോട്ടോക്സ് ചെയ്യാൻ പോവാട്ടോ. അപ്പൊ അതിന് മുൻപുള്ള എന്റെ മുടിയുടെ ഒരു ടെക്സ്ചർ ആണ്. മുടി അത്യാവശ്യം നല്ല ഫ്രിസി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാല് ഞാൻ ട്രിവാൻഡ്രത്ത് കൂടെന്ന് പറയുന്ന ഒരു പാർലറിൽ പോയിട്ടാട്ടോ ഹെയർ ബോട്ടോക്സ് ചെയ്തത്. ഓണം പ്രമാണിച്ച് അവിടെ ഓഫർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ജസ്റ്റ് ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് എൻഡ്സ് മാത്രം ഒന്ന് ട്രിം ചെയ്യാണ്. അപ്പം കട്ട് ചെയ്യാനുള്ള അത്ര ലെങ്ത് ഒന്നും മുടി ആയിട്ടില്ല. അപ്പൊ ജസ്റ്റ് എൻഡ്സ് മാത്രം ഒന്ന് ട്രിം ചെയ്ത് ലെവൽ ചെയ്തിട്ട് ബോട്ടോക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തുകൊണ്ടാ ബോട്ടോക്സ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വെച്ചാല് ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ ഹെയർ വന്നിട്ട് അത്യാവശ്യം ഭയങ്കര തിന്നാണ്, ഒട്ടും കനമില്ലാത്ത മുടിയാണ്. അപ്പം എനിക്കാണെങ്കിൽ കുറച്ചൊരു ബൗൺസി ലുക്കാണ് വേണ്ടത്. അതുപോലെ തന്നെ ബോട്ടോക്സ് അല്ലാതെ വേറെ ഏത് ട്രീറ്റ്മെന്റ് ചെയ്താലും നമ്മുടെ മുടിയുടെ ആ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വീണ്ടും ബോട്ടോക്സ് തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒരു 4-4.5 മണിക്കൂർ വരുന്ന ഒരു പ്രൊസീജിയർ ആട്ടോ ഇത്. അപ്പൊ ആദ്യത്തെ മുടിയിൽ ഇങ്ങനെ ബോട്ടോക്സ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെ മുടി എടുത്തിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ടാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ ബോട്ടോക്സ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് പാർലറിൽ നിന്ന് ഒരു 6 മാസമായിരിക്കും ഇത് ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു 8-9 മാസത്തോളം എനിക്ക് ലാസ്റ്റ് ചെയ്തു. അപ്പൊ അതായത് നമ്മൾ ബോട്ടോക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യണം. ഓയിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആഫ്റ്റർ കെയർ ഒക്കെ ഞാൻ നല്ലതുപോലെ നോക്കിയത് കാരണം എനിക്കൊരു 8-9 മാസത്തോളം എന്റെ മുടി നല്ല ആ ഒരു ടെക്സ്ചർ ഒക്കെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു 2-3 പ്രാവശ്യം ഹെയർ കട്ട് ചെയ്യുകയും ചെയ്തു, കാരണം എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം കുറെ നാൾ എനിക്ക് ഹെയർ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾ ആയിരുന്നു ബോട്ടോക്സ് ചെയ്ത സമയത്ത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആ ബോട്ടോക്സിന്റെ എഫക്റ്റ് ഒക്കെ പോയി കഴിഞ്ഞ ശേഷമായിരിക്കണം എനിക്ക് ഹെയർ ഫോൾ വന്നേന്ന് തോന്നുന്നു. അപ്പൊ അത് കാരണം പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്റെ മുടി ഭയങ്കര തിന്നാണ്. അപ്പൊ വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിലോട്ടൊക്കെ പോയിട്ട് വീണ്ടും ഹെയർ ഫോളോ ഹെയർ ഡാമേജോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു മുടിയല്ല എന്റേത്. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ബോട്ടോക്സ് തന്നെ വീണ്ടും ഞാൻ ബോട്ടോക്സ് ചെയ്യാനായിട്ട് പോയതിന്റെ റീസൺ അതാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇച്ചിരി ഒന്ന് നല്ല ബൗൺസി ലുക്ക് ആദ്യം ബോട്ടോക്സ് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മുടി അഴിച്ചിടുന്ന സമയത്തൊക്കെ നല്ലൊരു ബൗൺസി ലുക്കും എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത ഒരു മുടിയാണെന്ന് നമ്മുടെ മുടി കണ്ടു കഴിഞ്ഞാല് തോന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബോട്ടോക്സ് തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു 1 അവറോളം നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇനി നെക്സ്റ്റ് ഓരോ പരിപാടിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സുഖമായിട്ട് നമ്മൾ ആഫ്റ്റർ കെയർ നോക്കി കഴിഞ്ഞാല് ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു 6 മാസത്തിന് മുകളിൽ സുഖമായിട്ട് നമ്മുടെ മുടി നമുക്ക് നല്ല ഇതായിട്ട് കിടക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നോർമലി നമ്മളിപ്പോ ഒരു സ്മൂത്തനിങ് അങ്ങനെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ പാർലറിൽ പോയിട്ട് റൂട്ട് ചെയ്യേണ്ടി വരും, ഇടയ്ക്ക് സ്പാ ചെയ്യേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാർലറിലോട്ട് തിരിഞ്ഞു പോലും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സെൽഫ് കെയർ മാത്രം കൊണ്ട് നമുക്ക് മുടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ക്രീം ഇട്ട് ഒരു 1 അവർ കഴിഞ്ഞിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ലോങ് പ്രൊസീജിയർ ആണ്. ഇപ്പൊ നമ്മുടെ ഹെയർ ലെങ്ത് വെച്ചിട്ടല്ല, ഒരു 4-4.5 മണിക്കൂർ എത്ര മുടിയുള്ളവരാണെങ്കിലും ഈ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കും കേട്ടോ. അപ്പൊ ദേ എനിക്കില്ല കബീഷിനെ കണക്കൊക്കെ ഇരിക്കുന്ന കണക്ക് തോന്നി ഇങ്ങനെ കൊമ്പൊക്കെ വെച്ചിട്ട്. അപ്പൊ മുടി ഫുള്ളായിട്ട് ഇങ്ങനെ അവര് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി അയണിങ് ഉണ്ട്, പിന്നെ 1-2 പ്രാവശ്യം അഗെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം പാർലറിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ സ്റ്റെപ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ മറന്നിരിക്കുമായിരുന്നു. നെക്സ്റ്റ് ഇങ്ങനെ അയണിങ് ചെയ്യാട്ടോ. അയണിങ് കുറേശ്ശെ കുറേശ്ശെ മുടി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ക്രീം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ബ്ലോ ഡ്രൈ ചെയ്യുന്നതും അയണിങ് ചെയ്യുന്നതും. ഇച്ചിരി ചെറിയൊരു വേദന ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്, കാരണം നല്ലപോലെ മുടി ഇങ്ങനെ വലിച്ചു വലിച്ചാണ് അയണിങ് ചെയ്യുന്നത്. അതും ഇതുപോലെ കുട്ടി കുട്ടി പോർഷൻസ് ആയിട്ട് എടുത്തിട്ട് ഹെയർ ഫുൾ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മുടിക്ക് വലിയ കനവും നീളവും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ആട്ടോ ഈ ബോട്ടോക്സ് എന്ന് പറയുന്നത്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം നല്ലൊരു ബൗൺസി ലുക്കാണ് കിട്ടുന്നത്. കാരണം എന്റെ മുടി നോർമലി ഇങ്ങനെ അഴിച്ചിടുമ്പോൾ ഒരു കൊഴിവാല ലുക്കാണ്. അതേസമയം ബോട്ടോക്സ് ഒക്കെ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു വോളിയം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് മുടി മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാരണം നമ്മൾ ഷാമ്പൂ കണ്ടീഷണറൊക്കെ പാർലറിൽ പറയുന്ന കണക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യാം. ഞാനാണെങ്കിൽ ആക്ച്വലി പാർലറിൽ പറഞ്ഞല്ല, ഞാനൊരു ലോറിയലിന്റെ സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ തന്നെ കണ്ടീഷണറും ഷാമ്പൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ പാർലറിൽ അവർ സജസ്റ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാം. എന്തായാലും സൾഫേറ്റ് ഫ്രീ ആയിരിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പൊ അത്യാവശ്യം എനിക്കിങ്ങനെ ആദ്യം നമ്മളിത് ബോട്ടോക്സ് ചെയ്യുമ്പോൾ മുടി നോർമലി സ്മൂത്തൻ ചെയ്യുന്ന കണക്ക് ഭയങ്കര കോല് പോലെ കിടക്കും. പക്ഷെ ഒരു വാഷ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയുടെ കംപ്ലീറ്റ് ലുക്ക് മാറും കേട്ടോ, വേറെ ലെവലാകും. അപ്പം അതെനിക്ക് ആദ്യം ബോട്ടോക്സ് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ കോല് പോലെ കിടന്നപ്പോൾ ഞാൻ ഓർത്തു അയ്യോ പണി കിട്ടിയോ എന്ന് ആലോചിച്ചു. പക്ഷെ ഒരു വാഷ് കഴിഞ്ഞപ്പോഴത്തേക്ക് മുടി അടിപൊളിയായിട്ടു. അത് കാരണം ഇപ്രാവശ്യം എനിക്ക് അറിയാം ആദ്യത്തെ ലുക്ക് ഇങ്ങനെ വരുള്ളൂ എന്ന് അറിയാം. പിന്നെ ഞാന്
അവരുടെ അടുത്ത് എൻസും എനിക്ക് ആക്ച്വലി ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് എൻസ് മാത്രം ഇട്ട് ഒന്ന് കേൾ ചെയ്ത് സെറ്റ് ചെയ്ത് തരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാർലറിൽ. അപ്പൊ ലാസ്റ്റ് അവർ അങ്ങനെ തന്നെ ചെയ്തു തന്നു കേട്ടോ. അപ്പം ഈ ലോങ് പ്രോസസ് എന്ന് പറയുന്നത് ഈ ഒരു അയണിങ് ആണ്. കാരണം കുറേശ്ശെ മുടി എടുത്തിട്ടാണ്. അപ്പൊ ശരിക്കും മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. എനിക്ക് ഇത്ര മുടി ഉണ്ടായിട്ട് തന്നെ 4-4.5 മണിക്കൂർ എടുത്തു പാർലറിൽ ബോട്ടോക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഈ ചെയ്യുന്ന ആൾക്കാരുടെ ക്ഷമയെ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. അത്രയും പേഷ്യൻസോടെയാണ് അവർ ഈ ഒരു സംഭവം ചെയ്തു തരുന്നത്. ഓൾമോസ്റ്റ് ഹെയർ അയൺ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഹെയർ വാഷ് ചെയ്യൂ കേട്ടോ. അയണിങ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീണ്ടും ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് മുടി ഒന്ന് സെറ്റ് ചെയ്ത് വിടുവാണ്. ഇപ്പോഴും ആ ഒരു നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ പശു നക്കി ആ ഒരു ലുക്ക് ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത്. രണ്ടാമതൊന്ന് വാഷ് ചെയ്തപ്പോഴത്തേക്ക്. അപ്പൊ പാർലറിന് നമ്മൾ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ഡേയ്സിലേക്ക് പിന്നെ മുടി നനയ്ക്കാൻ പാടില്ല കേട്ടോ. 3 ദിവസം കഴിഞ്ഞിട്ട് മുടി നനയ്ക്കാവൂ. മുടി കെട്ടിവെക്കാനും പാടില്ല. എങ്കിലേ നമുക്ക് ആ ഒരു ടെക്സ്ചറും ലുക്കും ഒക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതാണ് ആഫ്റ്റർ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ കംപ്ലീറ്റ് ലുക്ക് തന്നെ മാറിയിട്ടില്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ.